നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പദവികളാണ്. അപ്പം ഏതൊക്കെ പദവികൾ ആരൊക്കെയാണ് വഹിക്കുന്നതെന്നാണ്. അത് ഇന്ത്യയിൽ. അപ്പൊ കേരളത്തിന്റെ പദവികൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവരെ കണ്ടു നോക്കുക. അപ്പൊ ഇപ്പൊ നടക്കുന്ന എക്സാംസുകളിലെല്ലാം കേരളത്തിന്റെ പദവികൾ വഹിക്കുന്ന ആൾക്കാര്, ഇന്ത്യൻ പദവികൾ വഹിക്കുന്ന ആൾക്കാർ, അങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല മന്ത്രിമാരും വകുപ്പുകളും അത് ഇന്ത്യയിലെയും കേരളത്തിലെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത് ആരൊക്കെയെന്നാണ്. അപ്പോ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. 15th പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്. അദ്ദേഹം 14th ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്. അതുപോലെ പ്രധാനമന്ത്രി നമുക്കറിയാം നരേന്ദ്രമോദിയാണ്. ഇനി പഠിക്കേണ്ടത് ലോക്സഭാ സ്പീക്കർ ആരാണെന്ന്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ഉത്പൽ കുമാർ സിംഗ്. അതുപോലെ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ ആണ്. രാജ്യസഭാ ചെയർമാൻ തന്നെ ആയിരിക്കും ഉപരാഷ്ട്രപതി. അപ്പോൾ അത് രണ്ടും ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഇനി വരുന്നത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആരെന്നാണ്. ഹരിവംശ നാരായൺ സിംഗ് ആണ്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്, 15th പ്രസിഡന്റ് ആണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്, 14th വൈസ് പ്രസിഡന്റ് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. അതുപോലെ രാജ്യസഭ ചെയർമാൻ ജഗദീപ് ധൻകർ ആണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഹരിവംശ നാരായൺ സിംഗ് ആണ്. അതുപോലെ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെയാണ്. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുന ഖാർഗെയാണ്. അതുപോലെ രാജ്യസഭാ നേതാവ് ആരെന്ന് ചോദിച്ചാൽ JP നദ്ദ അല്ലെങ്കിൽ ജഗത് പ്രകാശ് നദ്ദയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ധനഞ്ജയ് വൈ ചന്ദ്രചൂഡാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ രാജീവ് കുമാർ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. മനുഷ്യാവകാശ കമ്മീഷണർ വിജയഭാരതി സയാനിയാണ്. അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ ഹീരാലാൽ സമരിയയാണ്. അത് അടുത്തിടെ LDCക്ക് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആണ്. മനുഷ്യാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ വിജയഭാരതി സയാനിയാണ്. അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ ഹീരാലാൽ സമരിയയാണ്. അപ്പോൾ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. രാജ്യസഭാ നേതാവ് എന്ന് പറയുമ്പോൾ JP നദ്ദയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറുമാണ്. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷണർ വിജയഭാരതി സയാനിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇലക്ഷൻ കമ്മീഷണർ, വിവരാവകാശം, മനുഷ്യാവകാശം ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അതുപോലത്തെ അടുത്ത കമ്മീഷൻ എന്ന് പറയുന്നത് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആണ്. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. അതുപോലെ പട്ടിക വർഗ കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചാൽ അന്തർ സിംഗ് ആര്യ. അതുപോലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? രേഖാ ശർമ്മയാണ്. ട്രിവാൻഡ്രം LDCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഇക്ബാൽ സിംഗ് ലാൽപുര. അതുപോലെ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ. പേരുകളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ചിലവർക്കൊരു 1-2 പേരും സർനെയിം ഒക്കെ കാണും. ഏതെങ്കിലുമൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. എങ്ങനെയെങ്കിലും ഒക്കെ കോഡൊക്കെ ചെയ്ത് പഠിച്ചു വെക്കുക. അതുപോലെ ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയാണ്. അത് 16th ധനകാര്യ കമ്മീഷൻ ആണ് അരവിന്ദ് പനഗരിയ. അതുപോലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് പ്രിയങ്ക് കനൗങ്കു. അതുപോലെ ഇപ്പോ പട്ടികജാതി കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചാൽ കിഷോർ മക്വാനയാണ്. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. അതുപോലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ രേഖാ ശർമ്മയാണ്. ന്യൂനപക്ഷ കമ്മീഷണർ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ ആണ്. അതുപോലെ ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയാണ്. 16th ധനകാര്യ കമ്മീഷനാണ് അരവിന്ദ് പനഗരിയ. അതുപോലെ ബാലാവകാശ കമ്മീഷൻ വരുന്നത് പ്രിയങ്ക് കനൗങ്കു ആണ്. അടുത്തത് UPSC ചെയർമാൻ ആണ് പ്രീതി സുധൻ. ഇത് പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. UPSC ചെയർമാൻ പ്രീതി സുധൻ ആണ്. അതുപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അതുപോലെ ലോക്പാല് അജയ് മണിക് റാവു ഖാൻ വിൽക്കർ ആണ്.
നിലവിലെ ലോക്പാൽ. അതുപോലെ അറ്റോർണി ജനറൽ ആരാണെന്ന് വെച്ചാൽ ആർ വെങ്കിട്ടരമണിയാണ്, ആർ വെങ്കിട്ടരമണി. അതുപോലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. അതുപോലെ CAG ഗിരീഷ് ചന്ദ്ര മുർമു ആണ്, ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. UPSC ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീതി സുതനാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ലോക്പാൽ ആരെന്ന് ചോദിച്ചാൽ അജയ് മണിക്റാവു ഖാൻ വിൽക്കർ ആണ്. അപ്പൊ നിലവിലെ അറ്റോർണി ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ വെങ്കിട്ടരമണിയാണ്. നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. നിലവിലെ CAG ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. CAG എന്ന് പറഞ്ഞാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അതുപോലെ അടുത്ത ചെയർമാൻ ആരൊക്കെയെന്ന് നോക്കാം. ISRO ചെയർമാൻ S സോമനാഥ് ആണ്, ISRO ചെയർമാൻ S സോമനാഥ് ആണ്. അതുപോലെ VSSC ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നായർ ആണ്. RBI ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. അതുപോലെ സെബിയുടെ ഡയറക്ടർ മാധവി പുരി ബുച്ച് ആണ്. നബാർഡ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഷാജി KB ആണ്. അതുപോലെ IRDA ചെയർമാൻ ദേബാശിഷ് പാണ്ഡെ ആണ്. അപ്പോ ISRO ചെയർമാൻ S സോമനാഥ് ആണ്. VSSC ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നായർ ആണ്. RBI ഗവർണർ അറിയാം ശക്തികാന്ത ദാസ്. അതുപോലെ സെബിയുടെ ഡയറക്ടർ മാധവി പുരി ബുച്ച് ആണ്. ന്യൂസിലൊക്കെ വരുന്ന ഒരു പേരാണിത്. ഇപ്പൊ അടുത്തിടെ ഒരുപാട് തവണ മാധവി പുരി ബുച്ച് എന്ന് നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്നു. അപ്പൊ അത് എളുപ്പമായിരിക്കും. നബാർഡ് ചെയർമാൻ എന്ന് പറയുമ്പോൾ ഷാജി KB, നബാർഡ് ചെയർമാൻ ഷാജി KB ആണ്. അതുപോലെ IRDA ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേബാശിഷ് പാണ്ഡെ ആണ്. അതുപോലെ കരസേന മേധാവി ആരെന്ന് ചോദിച്ചാൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. വ്യോമസേന മേധാവി ചീഫ് മാർഷൽ വിവേക് റാം ചൗധരിയാണ്. ചീഫ് മാർഷൽ വിവേക് റാം ചൗധരിയാണ് വ്യോമസേന. അതുപോലെ നാവികസേന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. അപ്പൊ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കരസേന, വ്യോമസേന, നാവികസേന ഓർത്തു വെച്ചേക്കുക. കരസേന ഉപേന്ദ്ര ദ്വിവേദിയാണ്. വ്യോമസേന മേധാവി ആരെന്ന് ചോദിച്ചാൽ ചീഫ് മാർഷൽ വിവേക് റാം ചൗധരിയാണ്. നാവികസേന മേധാവി ആരെ ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. അതുപോലെ റെയിൽവേ ബോർഡ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ സതീഷ് കുമാർ ആണ്. ഇതൊക്കെ പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. റെയിൽവേ ബോർഡ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ സതീഷ് കുമാർ ആണ്. പുതിയ CISF ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ രജ്വീന്ദർ സിംഗ് ഭട്ടിയാണ്. രജ്വീന്ദർ സിംഗ് ഭട്ടി. അടുത്ത EDയുടെ പുതിയ ഡയറക്ടർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ രാഹുൽ നവീൻ ആണ്. അപ്പോൾ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. വ്യോമസേന മേധാവി ചീഫ് മാർഷൽ വിവേക് റാം ചൗധരിയാണ്. നാവികസേന മേധാവി എന്ന് പറയുന്നത് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. അതുപോലെ റെയിൽവേ ബോർഡ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ സതീഷ് കുമാർ ആണ്. അതുപോലെ നിലവിലെ അതായത് പുതിയ CISF ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ രജ്വീന്ദർ സിംഗ് ഭട്ടിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ED പുതിയ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ രാഹുൽ നവീനാണ്. അപ്പൊ ഇതൊക്കെ പുതിയ അപ്പോയിന്റ്മെന്റ് ആണ് ഈ റെയിൽവേ തൊട്ട്. അതുപോലെ ഇതും ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. നസ്കോമിന്റെ പുതിയ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ നസ്കോമിന്റെ പുതിയ ചെയർപേഴ്സൺ സിന്ധു ഗംഗാധരനാണ്. അതുപോലെ നസ്കോമിന്റെ പുതിയ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ. അപ്പോൾ നസ്കോമിന്റെ ചെയർപേഴ്സൺ സിന്ധു ഗംഗാധരനാണ്. നസ്കോമിന്റെ പുതിയ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേഷ് നമ്പ്യാർ ആണ്. അതുപോലെ PAC പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ KC വേണുഗോപാലാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ KC വേണുഗോപാലാണ്. അതുപോലെ BSF ഡയറക്ടർ ജനറൽ ദൽജീത് സിംഗ് ചൗധരിയാണ് BSFന്റെ. അടുത്ത കുറച്ച് സെക്രട്ടറികൾ പുതിയതായിട്ട് മാറിയിട്ടുണ്ട്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ രാജേഷ് കുമാർ സിംഗ് ആണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. അതുപോലെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ TV സോമനാഥനാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥനാണ്. അതുപോലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ്. ഇപ്പോൾ നസ്കോമിന്റെ പുതിയ ചെയർപേഴ്സൺ സിന്ധു ഗംഗാധരനാണ്. നസ്കോമിന്റെ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ ആണ്. PAC പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ KC വേണുഗോപാലാണ്. BSF ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൽജീത് സിംഗ് ചൗധരിയാണ്. അതുപോലെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥനാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ്. അപ്പൊ ഇതൊക്കെ പുതിയ അപ്പോയിന്റ്മെന്റ്സ് ആണ്. സെക്രട്ടറിമാരൊക്കെ മാറിയിട്ടുണ്ട്, അതൊന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത SBIയുടെ ചെയർമാൻ ചെല്ല ശ്രീനിവാസലു ഷെട്ടിയാണ്. അടുത്ത LICയുടെ
നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ സിദ്ധാർത്ഥ മൊഹന്തിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആരെന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ സുമൻ കെ ബെറിയാണ്. നിലവിലെ SSC ചെയർമാൻ രാകേഷ് രഞ്ജനാണ്. CBIയുടെ ഡയറക്ടർ എന്ന് ചോദിച്ചാൽ പ്രവീൺ സൂദാണ്. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ മാധവ് കൗശിക്കാണ്. അപ്പൊ SBIയുടെ പുതിയ ചെയർമാൻ ആരാണ്? ചല്ല ശ്രീനിവാസലു സെട്ടിയാണ്. LICയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തിയാണ്. അതുപോലെ നീതി ആയോഗിന്റെ സിഇഒ BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ്. അപ്പോൾ നിലവിലെ SSC ചെയർമാൻ രാകേഷ് രഞ്ജനാണ്. CBIയുടെ നിലവിലെ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദാണ്. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ മാധവ് കൗശിക്കാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്, 15th ആണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്, 14th ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. അതുപോലെ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ ആണ്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗ് ആണ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭാ നേതാവ് JP നദ്ദയാണ്. അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ധനഞ്ജയ് ചന്ദ്രചൂഡാണ്. അതുപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ, മനുഷ്യാവകാശ കമ്മീഷണർ വിജയഭാരതി സയാനി, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയാണ്. പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യ. അതുപോലെ വനിതാ കമ്മീഷൻ രേഖ ശർമ്മ, ന്യൂനപക്ഷ കമ്മീഷണർ ഇക്ബാൽ സിംഗ് ലാൽപുര, പിന്നാക്ക കമ്മീഷൻ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ. അതുപോലെ ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പരകരിയാണ്, 16th ആണ്. ബാലാവകാശ കമ്മീഷൻ പ്രിയങ്ക് കനോങ്കു ആണ്. അതുപോലെ UPSC ചെയർമാൻ പ്രീതി സുധനാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ലോക്പാൽ അജയ് മണിക്റാവ് കാൻവിൽക്കർ ആണ്. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. അതുപോലെ ISRO ചെയർമാൻ S സോമനാഥ് ആണ്. VSSC ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നായർ, RBI ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. SEBI ഡയറക്ടർ മാധവി പുരി ബുച്ചാണ്. നബാർഡ് ഷാജി KV, IRDA ദേബാശിഷ് പാണ്ഡെ ആണ്. അതുപോലെ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. വ്യോമസേനയാണെങ്കിൽ ചീഫ് മാർഷൽ വിവേക് റാം ചൗധരി. നാവികസേനയാണെങ്കിൽ അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. അതുപോലെ റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ ആണ്. പുതിയ CISF ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ രജ്വീന്ദർ സിംഗ് ഭട്ടിയാണ്. അതുപോലെ EDയുടെ പുതിയ ഡയറക്ടർ രാഹുൽ നവീൻ ആണ്. അടുത്ത നെസ്കോമിന്റെ ചെയർപേഴ്സൺ സിന്ധു ഗംഗാധരൻ, നെസ്കോമിന്റെ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ, PSC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി KC വേണുഗോപാൽ. അതുപോലെ BSFന്റേത് ദൽജീത് സിംഗ് ചൗധരി. അടുത്ത സെക്രട്ടറിമാരാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, SBI ചല്ല ശ്രീനിവാസലു സെട്ടി, LIC സിദ്ധാർത്ഥ് മൊഹന്തി, നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം, വൈസ് ചെയർമാൻ ആണെങ്കിൽ സുമൻ കെ ബെറി, SSC ആണെങ്കിൽ രാകേഷ് രഞ്ജൻ, CBIയുടെ നിലവിലെ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദാണ്. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ മാധവ് കൗശിക് ആണ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇന്ത്യയിലെ പദവികൾ വഹിക്കുന്നത് ആരൊക്കെ എന്നുള്ളത്. അപ്പൊ ഇനി അടുത്ത എക്സാമിന് പോകുമ്പോൾ ഇതുകൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് പോവുക. താങ്ക് യു.